ഹലോ ഡിയേഴ്സ്, ബയോമോളിക്യൂളിലെ മാക്സിമം ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ പാസ് മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഡബിൾ പാസിന് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, A+ന് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഫുൾ മാർക്കിന് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഇതിലെ എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. കാരണം ഇതിൽ ഒരു മാർക്ക് മിസ്സാകാൻ പാടില്ല. മറ്റ് ചാപ്റ്റേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടഫായി വരാം, മാർക്കുകൾ മിസ്സാകാം. പക്ഷേ ഇതിലൊരു തിയറി ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റ് ആണ്. ഇതിലെ എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു പോകുക. അപ്പോൾ നിങ്ങൾ ഇനി ഏത് ചാപ്റ്റർ അടുത്ത് വേണമെന്ന് കമന്റ് ചെയ്യൂട്ടോ. മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട്, ഇപ്പം നിങ്ങളൊക്കെ ലൈക്കും കമന്റ് ഒന്നും ചെയ്യാതെ കാണുമ്പോഴേ നമുക്കൊരു സങ്കടമാണെന്നേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമുക്ക്. അപ്പം അതിനകത്തൊക്കെ പ്രതീക്ഷിക്കുന്നു നമ്മളെ. അപ്പോൾ അടുത്ത വീഡിയോക്കുള്ള ഒരു മോട്ടിവേഷൻ അതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിൽ 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അതിൽ 5 സ്റ്റാർ എന്നല്ല, നിങ്ങളെല്ലാം പഠിച്ചിരിക്കണം, മനസ്സിലായില്ലേ? ഇത് അങ്ങോട്ട് സെറ്റ് ആക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് സെറ്റ് ആക്കാം. ഫൈബ്രസ് പ്രോട്ടീൻ, ഗ്ലോബുലാർ പ്രോട്ടീൻ. അപ്പോൾ ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈബർ, പേര് തന്നെ ഇല്ലേ, അതൊരു ഫൈബർ ലൈക്കാണ്. ത്രെഡ് ലൈക്ക്, ഫൈബർ ലൈക്ക്, മനസ്സിലായില്ലേ? ദെൻ അത് ഫൈബർ ആണെങ്കിൽ വെള്ളത്തിൽ അലിയോ? ഇല്ലല്ലോ, വെള്ളത്തിൽ അലിയൂല. ഗ്ലോബുലാർ ആണെങ്കിലോ അത് ഗ്ലോബല്ലേ, അപ്പോൾ ഉരുണ്ടിട്ടല്ലേ, സ്ഫെരിക്കൽ സ്ട്രക്ചർ ആണ്. അപ്പം സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ഇനി വേറെ എന്തൊക്കെ എഴുതാം? ഈ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടി സ്ട്രോങ് അല്ലേ, അപ്പോൾ അധികം നോട്ട് സോ സെൻസിറ്റീവ് ടു മോഡറേറ്റ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് pH. പക്ഷേ അല്ലാണ്ട് ചൂടാക്കിയാൽ പണി പാടും കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ ടെമ്പറേച്ചർ pH ചേഞ്ച് ഒന്നും അതിനെ ബാധിക്കില്ല, മനസ്സിലായി? എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ചേഞ്ചും ബാധിക്കുന്നത്. വെരി സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് pH. എൻ്റെ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ. ആൽബുമിൻ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. പിന്നെ കെരാറ്റിൻ ആണ് ഇതിനകത്ത് നമ്മുടെ ഫൈബ്രസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഫൈബ്രസ് പ്രോട്ടീൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ ഷേപ്പ്. അപ്പോൾ സെറ്റ് ആയില്ലേ? ഇനി എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യലും എന്നൊക്കെ 5 സ്റ്റാർ കാറ്റഗറി തന്നെയാണ്. ഇതിനകത്ത് ഇതിനേക്കാളും 5 സ്റ്റാർ കാറ്റഗറി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മോളിക്കുലാർ ഷേപ്പ് കഴിഞ്ഞാൽ അടുത്ത 5 സ്റ്റാർ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് പറയാം. ഇതിനകത്ത് 2-3 5 സ്റ്റാറുകളുണ്ട്. ഇതും അതിൽ പെട്ട തന്നെയാണ്. ഇതൊരു 4 സ്റ്റാർ 5 സ്റ്റാർ കാറ്റഗറിയിൽ പെടുന്ന തന്നെയാണ്. വാട്ട് ആർ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? ഗിവ് 2 എക്സാമ്പിൾസ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കണമെന്നേ. നമ്മൾ കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് അത് ഉണ്ടാക്കാൻ പറ്റൂല. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ ഗ്രൂപ്പ് ഓഫ് 9 അമിനോ ആസിഡ്സ് ദാറ്റ് ഹ്യൂമൻ ബോഡി കനോട്ട് പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ആൻഡ് മസ്റ്റ് ബി സപ്ലൈഡ് ത്രൂ ഡയറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഫുഡിലൂടെ എടുക്കണം, ബോഡി അത് ഉണ്ടാക്കൂല. അപ്പോൾ അതിന് എക്സാമ്പിളാണ് വാലിൻ, ലൈസിൻ ഒക്കെ കേട്ടോ. അപ്പം ഇതിനകത്ത് ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ എക്സാമ്പിൾ പറയാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗ്ലോബുലാർ എന്താണ്? ആൽബുമിനാണ്. ഫൈബ്രസിന് എന്താണ്? കെരാറ്റിനാണ്. അത് നമ്മൾ പറഞ്ഞതാണ്. അത് ക്വസ്റ്റ്യൻ അവിടെ വീണ്ടും അതിനകത്ത്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ഇതിൽ ഏതാണ്? അപ്പോൾ എസെൻഷ്യൽ ഏതാണെന്ന് പഠിക്കണ്ടേ? എന്നാൽ പിന്നെ നോൺ എസെൻഷ്യൽ അറിയാലോ. എസെൻഷ്യലിന് ഒരു കോഡ് ഉണ്ട്, PBT, ടിം ഹാൾ. അപ്പോൾ P എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനൈലാനിൻ. B വാലിൻ, T ട്രിപ്റ്റോഫാൻ, പിന്നെ ഒരു T കൂടി ഉണ്ട്, ത്രയോണിൻ, പിന്നെ ഐസോലുസിൻ, മെഥിയോണിൻ, ഹിസ്റ്റിഡിൻ, അർജിനിൻ, ലൈസിൻ, ലൂസിൻ. അപ്പോൾ ഇത്രയും അമിനോ ആസിഡുകളാണ് ഇത് എസെൻഷ്യൽ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഈ PBT, ടിം ഹാളിൻ്റെ കോഡ് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഇല്ലാത്ത ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാ? V ഇതിനകത്തുണ്ട്. L ലൂസിനും ഉണ്ട്, ലൈസിനും ഉണ്ട്. അപ്പോൾ പിന്നെ ഇല്ലാത്ത ആള് ഗ്ലൈസിൻ ഇതിൽ G കാണുന്നില്ല. അപ്പം ഇത് എസെൻഷ്യൽ ആണ്. എസെൻഷ്യലിന്റെ കോഡ് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? PBT, ടിം ഹാൾ ആണ്. അപ്പോൾ അതിൽ ട്രിപ്റ്റോഫാൻ, ത്രയോണിൻ, ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി ഇതിലെ കോഡ് വെച്ചിട്ടും ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്ലൂഡ് ചെയ്ത്. ഇപ്പോൾ ഞാൻ ആൻസറിലോട്ട് എത്തിയില്ലേ? ഗ്ലൈസിൻ ആണ്. കാരണം എന്താ? ഈ കോഡിലില്ല. ഈ കോഡ് എസെൻഷ്യൽ ആണ്. അപ്പോൾ നോൺ എസെൻഷ്യലാണ് ചോദിച്ചത്. അപ്പോൾ സെറ്റ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കൂട്ടോ. ലൈക്ക്, കമന്റ് ഒക്കെ അല്ലേ നമുക്ക് എനർജി, മോട്ടിവേഷൻ. വാട്ട് ആർ എൻസൈംസ്? എന്താണ് എൻസൈംസ്? എൻസൈംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് വിച്ച് ആക്ട് ആസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ലിവിംഗ് ഓർഗാനിസംസ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാന്നേ. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പാവങ്ങളാണ്. പ്രോട്ടീൻസ് ആണ്. വിച്ച് ആക്ട് ആസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അവരെന്ത് ചെയ്യും? കാറ്റലിസ്റ്റുകളാണെന്നേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ നടത്തണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി, അവർ സെറ്റാക്കി തരും. സംഗതി അങ്ങ് സെറ്റാക്കും. ദേ സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ലിവിംഗ് ഓർഗാനിസംസ്. ജീവികളിൽ അവരെന്ത് ചെയ്യും? ആ റിയാക്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടത്താൻ സഹായിക്കും. മനസ്സിലായില്ലേ? ഇനി വിറ്റമിൻ എ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ഇരുട്ടത്ത് നടക്കാൻ പറ്റൂലെന്നേ. കണ്ണ് കാണൂല. അത് തന്നെ. ഇത് സീറോഫ്താൽമിയാണ്, കണ്ണിന്റെ ഡ്രൈനസ് ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് ഞാൻ പറഞ്ഞ ഇരുട്ടത്ത് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് എഴുതാം, അല്ലെങ്കിൽ വിറ്റമിൻ എ, സീറോഫ്താൽമിയ എഴുതാം. ഓക്കെ, വിറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ മുരിങ്ങയിലൊക്കെ കഴിക്കുമ്പോഴേ വിറ്റമിൻ എ കിട്ടും കേട്ടോ. അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പോയാൽ മതിയെ. എക്സ്പ്ലെയിൻ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. അപ്പോൾ എന്താണ് പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ? ഇറ്റ് ഈസ് പ്രോട്ടീൻ കേടുവരിക. നാച്ചുർ ഡീനാച്ചുർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാച്ചുർ പോകുക. മനസ്സിലായില്ലേ? അതാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് വെർ പ്രോട്ടീൻ ലോസസ് ഇറ്റ്സ് 3-dimensional ഷേപ്പ് റിസൾട്ടിങ് ഇൻ ലോസ് ഓഫ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ പ്രോട്ടീൻസിന് അതിൻ്റെ 3-dimensional ഷേപ്പാണ് പോവുക. മനസ്സിലായില്ലേ? ഇന്നാക്റ്റീവ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ നാറ്റീവ് ഫോമിലുള്ള ആ ഒരു 3-dimensional ഷേപ്പ് എന്ത് ചെയ്യുക? നഷ്ടപ്പെടുക. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് ബയോളജിക്കലി പിന്നെ വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഷേപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല പ്രോട്ടീന്. മനസ്സിലായില്ലേ? അത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. പ്രോട്ടീൻ അതിൻ്റെ നാച്ചുർ നഷ്ടപ്പെടുകയാണ്. പ്രോട്ടീൻ അതിൻ്റെ 3-dimensional ഷേപ്പ് നഷ്ടപ്പെടുകയാണ്. പ്രോട്ടീന് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റൂലെന്നേ. കൊയാഗുലേഷൻ ഓഫ് എഗ് നമ്മൾ ചൂടാക്കുമ്പോൾ അതിനകത്ത് ആൽബുമിൻ, എഗ് പ്രോട്ടീൻ എന്താവും? അത് കൊയാഗുലേറ്റ് ചെയ്യും. കേഡ്ലിംഗ് ഓഫ് മിൽക്ക്,
പാല് തൈരാവുന്ന സംഭവങ്ങൾ ലാക്റ്റിക് ആസിഡ് എന്താക്കും? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. നിങ്ങൾ ഇതിനകത്ത് ബയോളജിയിൽ പഠിക്കാണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുമ്പോൾ സിറ്റർ അയോൺസ് ഓഫ് അമിനോ ആസിഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനിയും വരുന്നുണ്ട്. ഇതിനകത്ത് 5 സ്റ്റാർ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് എല്ലാം പഠിക്കണമെന്നേ. അപ്പൊ എന്താ സിറ്റർ അയോൺ? സിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാന്നേ. എന്താണ് ഈ സിറ്റർ അയോൺ? സിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാർബൺ വരയ്ക്കാൻ അറിയില്ലേ? ഒരു എച്ച് ഇങ്ങോട്ട് വരയ്ക്കാന്നേ. എച്ച് ഇങ്ങോട്ട് വരയ്ക്കുക, ഒരു R അങ്ങോട്ട് വരയ്ക്കുക, ഒരു COH ഇങ്ങോട്ട് വരയ്ക്കുക, ഒരു NH2 ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ NH2, ഇവിടെ NH പോയിട്ട് കൂക്കി കൂ. അപ്പൊ ഇവിടെ R, ഇവിടെ ആരോ ഹൈഡ്രജന് NH പോയിട്ട് കൂക്കി. മനസ്സിലായില്ലേ? അത് അപ്പൊ ആരോ 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 അപ്പൊ കാർബൺ നടുക്ക് വരയ്ക്കണം. എന്നിട്ട് ആരോ NH പോയിട്ട് നമ്മുടെ ഹൈഡ്രജനെ, പാവ ഹൈഡ്രജനെ കൂക്കി. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാവർക്കും എഴുതാൻ അറിയില്ല. ഒരു കാർബൺ സെന്ററിൽ വേണം കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് കാർബൺ നിൽക്കുന്നുണ്ട് അവിടെ. കാർബൺ സഹിക്കോ? കാർബൺ പറഞ്ഞു കൂക്കണ്ട, ആരും കൂക്കണ്ട. ആ എച്ചിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചു. കൂക്കുന്ന എച്ചിനെ എങ്ങോട്ട് പറഞ്ഞയച്ചു. മനസ്സിലായില്ല? അത് തന്നെ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ആറിന് എന്താക്കി? അവിടെ അതങ്ങോട്ട് ഹൈഡ്രജൻ പോയപ്പോൾ അവിടെ മൈനസ് ആയി. എന്നിട്ട് H+ ഇവിടെ വന്നിട്ട് എന്താക്കി? അവനെ ഇങ്ങോട്ട് മാറ്റി ഇവിടെ പ്ലസ് ആക്കി. മനസ്സിലായി? അപ്പം ഇവിടെ ഇതാണ് അതിനകത്ത് എന്ത് സിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പൊ അമിനോ ആസിഡ്സിന് എന്തുണ്ട്? ഒരു ആസിഡിക് ഗ്രൂപ്പും ഉണ്ട്, ഒരു ആസിഡിക് ഗ്രൂപ്പും ഉണ്ട്. കണ്ടോ ഇവിടെ ആസിഡിക് ഗ്രൂപ്പ്. എവിടെ നമ്മുടെ അമിനോ ആസിഡ്? ഇതാണ് അമിനോ ആസിഡ്. കണ്ടില്ലേ? അമിനോ എന്ന് പറഞ്ഞാൽ NH2. അപ്പൊ ഇങ്ങനെ N കണക്ട് ചെയ്താൽ മതി. ദെൻ COH. മനസ്സിലായില്ലേ? അപ്പൊ ഈ N പ്ലസ് വന്നിട്ട് കണ്ടോ അവിടെ H പോയിട്ട് അവിടെ മൈനസ് കൊടുത്തു. അപ്പൊ കൂക്കുന്ന H ഇങ്ങോട്ട് മാറ്റി ഇവിടെ പ്ലസ് ആക്കി നൈട്രജന്. ഓക്കെ. അപ്പൊ എന്താണ് ഈ സിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ? ഈ അക്വ സൊല്യൂഷൻ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഈ ഇതിനകത്ത് അമിനോ ആസിഡുകൾ അക്വ സൊല്യൂഷനിലെ അവരുടെ കാർബോക്സിലിന് എന്ത് ചെയ്യും? ഈ H+നെ പ്രോട്ടോൺ എന്നാണ് പറയുക. H+നെ പ്രോട്ടോൺ നഷ്ടപ്പെടും, അത് അമിനോ ഗ്രൂപ്പിന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇൻ അക്വ സൊല്യൂഷൻ. അപ്പൊ ഒന്നുമില്ലാന്ന് ഇങ്ങനെ പറയാ. ഇങ്ങനെ അങ്ങ് എഴുതിയിട്ട് കാർബണെ പോയിട്ട് എവിടെ കൂക്കിയ കാർബണൊക്കെ എവിടെ കാണാനില്ലല്ലോ. അപ്പൊ ഇതിനെ പോയിട്ട് ഇത് പ്രോട്ടോൺ ആണ്. ഈ കാർബോക്സിലിക് ആസിഡ്, ഇത് ആസിഡ് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ആസിഡിന് H നഷ്ടപ്പെടും. അത് എവിടേക്ക്? ഇത് അമിനോ ഗ്രൂപ്പാണ്. അമിനോ ഗ്രൂപ്പിന് H+ കിട്ടുകയും ചെയ്യും. അതാണ്. അപ്പം സിറ്റർ അയോൺ, ഇതിനെയാണ് നമ്മൾ സിറ്റർ അയോൺ എന്ന് വിളിക്കുക. അടിപൊളി പേരല്ലേ? അപ്പൊ അതന്നെ. അപ്പൊ സിറ്റർ അയോൺ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? DNA RNA. ഇതൊരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ എന്താണ് DNA? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇതിൽ തൈമിൻ നൈട്രജൻ ബേസ് പ്രസന്റ് ഉണ്ട്. ഇവിടെ തൈമിൻ ആബ്സെന്റ് ആണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ഇതിന്റെ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനകത്ത് യുറാസിൽ, അതിനകത്ത് അപ്പൊ ഇതിലെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോസ് ആണ്. അപ്പൊ അങ്ങനെ എഴുതാം ഒരു പോയിന്റ് കേട്ടോ. ഇതിലെ ഷുഗർ എന്ന് പറഞ്ഞാൽ റൈബോസ് ഷുഗർ ആണ്. പിന്നെ ഇതിനകത്ത് യുറാസിൽ ഇവിടെ എന്താണ്? ഇല്ല. DNA RNA ആണ്. ഇത് യുറാസിൽ ഉണ്ട്. ഇത് ന്യൂക്ലിയസിലാണ് കാണുക. നമുക്കറിയാം RNA എല്ലായിടത്തും മൊത്തത്തിൽ അങ്ങോട്ട് പരന്ന് കിടക്കുകയാണെന്നേ. മാത്രമല്ല RNA പെട്ടെന്ന് റിയാക്റ്റീവ് ആണ്. DNA പക്ഷെ അങ്ങനെയല്ല. DNA ന്യൂക്ലിയസിനകത്ത് ലെസ് റിയാക്റ്റീവ് ആയിട്ട്. ഓക്കെ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഡിസീസസ് കോസ്ഡ് ബൈ വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കരുത്. വിറ്റമിൻ A എന്ന് പറഞ്ഞാൽ കണ്ണ് കാണൂല, രാത്രിയിൽ നിന്ന് ഇരുട്ടത്ത് നടക്കാൻ പറ്റത്തില്ല, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ഇനി സ്കർവി, വൈറ്റമിൻ C എന്ന് പറയുമ്പോൾ അതിന്റെ അതൊരു കർവ് തന്നെയല്ലേ? അപ്പൊ അതൊരു സ്കർവി ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ മോണയിൽ ഇങ്ങനെ രക്തം വരും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇതിനകത്ത്. അപ്പൊ വിറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ റിക്കറ്റ്സ്. ക്രിക്കറ്റ് അല്ല, റിക്കറ്റ്സ്. മനസ്സിലായില്ലേ? അപ്പൊ വിറ്റമിൻ ഡി എന്താണ്? റിക്കറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? എല്ലുകൾക്കൊക്കെ ആ ഒരു ഡെഫിഷ്യൻസി, എല്ലുകളെ ബാധിക്കാം. മനസ്സിലായില്ലേ? അതാണ്. വിറ്റമിൻ K ഡെഫിഷ്യൻസി കോസസ് ഇൻക്രീസ്ഡ് ക്ലോട്ടിംഗ് ടൈം ആണ്, ഹെമറേജ്. മനസ്സിലായില്ലേ? രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ചെറിയ ബ്ലീഡിങ് ക്ലോട്ട് ചെയ്യാൻ സമയമെടുക്കുക. അത് കാരണം എന്ത് ചെയ്യുക? ഹെമറേജ്, രക്തം അതെന്ത് ചെയ്യുക? പോവുക. അപ്പൊ ഹൈഡ്രോളിസിസ് ഓഫ് സുക്രോസ് ഈസ് കാൾഡ് ഇൻവേർഷൻ ഓഫ് ഷുഗർ. വൈ? അപ്പൊ എന്താ ഈ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ടെന്നേ. ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ എന്ന് പഞ്ചസാര വെള്ളത്തിലിടൂല. നിങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കാറില്ലേ? പഞ്ചസാരക്ക് എന്താ പണി എന്നറിയാം? പഞ്ചസാരയിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴേ ലൈറ്റിനെ വലത്തോട്ടിട്ട് തിരിക്കും പഞ്ചസാര. എന്നാലോ നമ്മൾ പഞ്ചസാരനെ വെള്ളത്തിലിട്ടിട്ട് ലൈറ്റിനെ പാസ് ചെയ്താലോ? ഇനി ഇതിലൂടെ ലൈറ്റ് പോയാലോ? ലൈറ്റ് ഇടത്തോട്ട് തിരിയുന്നേ. ആദ്യം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, പിന്നെ അത് എന്തായി മാറും? ലീവോ റൊട്ടേറ്ററി ആയി മാറും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഓപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് സുക്രോസ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ്. സുക്രോസിസ് എന്താണ്? ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ബട്ട് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് അതൊന്നുമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കേണ്ടവർ അങ്ങനെ പഠിച്ചോളൂ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. നമ്മുടെ പഞ്ചസാര എന്താണ്? ലൈറ്റിനിട്ട് വലത്തോട്ട് കറക്കും. പാവം ലൈറ്റ് വലത്തോട്ട് കറക്കുകയാണ് ലൈറ്റിന്. അപ്പൊ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഇനി പഞ്ചസാരനെ എന്ത് ചെയ്തു? നമ്മൾ വെള്ളത്തിലാക്കി. ഹൈഡ്രോലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കുക പഞ്ചസാര. ചായ ഉണ്ടാക്കുക, അത്ര തന്നെ. ചായ ഉണ്ടാക്കിയിട്ട് ലൈറ്റ് പാസ് ചെയ്താൽ എന്താ സംഭവിക്കാതെ? ആ ലൈറ്റ് പിന്നെ ഇടത്തോട്ടായിരിക്കും അത് തിരിയുക.
കാരണം എന്താ, ഫ്രക്ടോസ് ഇവിടെ ഇടത്തോട്ട് തിരിക്കും. വെള്ളത്തിൽ പഞ്ചസാര ഇട്ടാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസോ, ഗ്ലൂക്കോസ് വലത്തോട്ട് തന്നെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, പക്ഷേ നമ്മുടെ ഫ്രക്ടോസ് അതിലുണ്ടാകുമ്പോൾ അതെന്താണ്, ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പഞ്ചസാര എന്താണ്, പഞ്ചസാരയുടെ സൊല്യൂഷൻ പിന്നെ അത് ലൈറ്റിനെ ഇടത്തോട്ട് തിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇൻവേർഷൻ എന്ന് പറയുന്നത്, തലതിരിയുന്നത്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ, നെയിം ലിങ്കേജ് ബിറ്റ്വീൻ ടു മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഇൻ എ ഡൈസാക്രൈഡ്. അതായത് രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ ചേർത്ത് വെക്കുമ്പോഴേ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഒക്കെ വെക്കുമ്പോഴേ അതിനിടയ്ക്കുള്ള ലിങ്കേജ് എന്താണ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഒന്നുമില്ലാന്നേ, നമ്മുടെ പഞ്ചസാരയിലൊക്കെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധമാണ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഓക്കെ അല്ലേ. ഇനി അമിനോ ആസിഡിന്റെ ഇടയിലുള്ള ബന്ധം എന്താ, പെപ്റ്റൈഡ് ബോണ്ടാണ് കേട്ടോ, പെപ്റ്റൈഡ്. ഓക്കെ. ദെൻ ഒലിഗോസാക്രൈഡ്സ് എന്താണ്, ഒലിഗോസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോണോസാക്രൈഡ്സ് കിട്ടും. കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് 2 or more than 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ്. മനസ്സിലായി. 210 വരെയൊക്കെ ഒലിഗോസാക്രൈഡ് കാറ്റഗറിയിൽ പെടുത്തും. സുക്രോസ്, ലാക്ടോസ്, മാൽറ്റോസ് ഒക്കെ ആ കാറ്റഗറിയാണ്. ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാന്ന് 2 മോണോസാക്രൈഡുകൾ ചേർത്താൽ എന്താണ്, ഒലിഗോസാക്രൈഡ് വരും. അപ്പൊ 2 മുതൽ 10 വരെ ആകാം, 3 ഉള്ളവരാകാം. അപ്പൊ സൂക്രോസ് എന്താണ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്ന് 2 ആൾ ചേർന്നിട്ടാണ് നമ്മുടെ പഞ്ചസാര. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആണ്. മാൽറ്റോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസും വേറൊരു ഗ്ലൂക്കോസും ചേർത്ത് വെച്ചതാണ്. അപ്പൊ 2 ഗ്ലൂക്കോസുകളെ ചേർത്ത് വെച്ചാൽ എന്തായി, ഒലിഗോസാക്രൈഡ് ആയി എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങൾക്ക് പറയാം 2 മുതൽ ഇനിയിപ്പോ 3 ചേർത്ത് വെച്ചാലും അത് ഒലിഗോയിൽ പെടും. അങ്ങനെ 10 വരെയൊക്കെ അതിനകത്ത് പെടും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ. അപ്പം കാർബോഹൈഡ്രേറ്റ് വിത്ത് 2 or more than 2 മോണോസാക്രൈഡ് യൂണിറ്റ് ചേർത്ത് വെക്കുന്നതിന് നമ്മൾ എന്താ വിളിക്കുക, മോണോസാക്രൈഡ് യൂണിറ്റ്. അപ്പൊ എന്താ ഈ സംഭവം എന്നറിയോ, ഇത് മോണോസാക്രൈഡ് യൂണിറ്റ്. അങ്ങനെ 2-3 മോണോസാക്രൈഡ് യൂണിറ്റുകളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഏത് പെടും, അങ്ങനെ 10 വരെ ഒലിഗോസാക്രൈഡിൽ പെടും. മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസിനെയും ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ച് ചേർത്തതാണ്. മനസ്സിലായില്ലേ, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അതുപോലെ നമ്മുടെ പാലിലെ ഷുഗറാണ് ലാക്ടോസ്. അപ്പൊ അതിലാരൊക്കെ എന്നറിയോ, ഗ്ലൂക്കോസും ഗാലക്ടോസുമാണ് അതിനകത്ത്. മനസ്സിലായോ. അങ്ങനെ മാൽറ്റോസിലാണെങ്കിൽ 2 ഗ്ലൂക്കോസുകൾ. അപ്പൊ അതൊക്കെ അവർക്കിടയിലുള്ള ബന്ധം പഠിച്ചു. ഇതെന്താ സംഭവം എന്നറിയാം. ഇതിന് അടിപൊളി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻവേർഷൻ എന്താണ്, അതിന് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാലേ, നെയിം എൻസൈം യൂസ്ഡ് ഫോർ കൺവേർഷൻ ഓഫ് സുക്രോസ് ഇൻടു ഗ്ലൂക്കോസ് ആക്കാൻ മാറ്റുന്ന എൻസൈമിന്റെ പേരാണ് ഇൻവെർട്ടേസ്. അപ്പൊ ഇതിനൊരു അടിപൊളി കോഡ് ഉണ്ടെന്നേ. അപ്പം ഇപ്പൊ ഇൻവേർഷൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ സൂക്രോസിന്റെ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇൻവേർട്ട് ഷുഗർ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കാർബൺ, അതിന്റെ ഷുഗർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന്, ഹൈഡ്രജന്റെ കല്യാണം 22-ാം വയസ്സിൽ, അന്ന് കാർബൺ 12-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോവാണ്. നാളെയാണ് പരീക്ഷ. കാർബണിന്റെ ഹൈഡ്രജന്റെ കല്യാണം നടക്കാൻ പോകുക. ആ സമയത്ത് 22 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഓക്സിജൻ 22-ാം വയസ്സിലൊന്നും കല്യാണം എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഓക്സിജൻ എന്താണ് 11-ാം ക്ലാസ്സിലാണ്. പ്ലസ് ഇവിടെ എന്താണ് H2O, ഇവരെന്ത് ചെയ്യാണ്, വെള്ളം കുടിക്കാൻ പോയി. അപ്പൊ അവിടെ കറണ്ട് പോയപ്പോൾ അവിടെ എന്തായി, ഇൻവെർട്ടർ ഓൺ ആയി. അപ്പൊ ഇൻവെർട്ടേഴ്സ് ആണ്. അപ്പൊ ഇവര് ഇനി ഇത് എന്ത് ചെയ്യുക, കാർബൺ എണ്ണ പകുതി എടുക്കുക, C6. ഹൈഡ്രജൻ മൊത്തം എണ്ണ പകുതി എടുക്കുക. ഹൈഡ്രജൻ 22, ഇവിടെ 2 24, പകുതി എടുക്കുക. ഓക്സിജൻ 11 1 12, അപ്പൊ പകുതി എടുക്കുക. കൂട്ടിലെ നേരെ പകുതി എടുക്കുക. അപ്പൊ C6H12O6, ഇതിന് ഗ്ലൂക്കോസ് എന്ന് പറയാം. ഇതേപോലെ ഒന്നുകൂടി എഴുതുക, C6H12O6, അതിന് ഫ്രക്ടോസ് എന്ന് പറയാം. അപ്പൊ ഇതാണ് എന്ത്, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആകുന്ന എൻസൈമിന്റെ പേരാണ് ഇൻവെർട്ടേസ് കേട്ടോ. അപ്പൊ മറന്നു പോകണ്ട. ഹൈഡ്രജന്റെ കല്യാണം 22, ഹൈഡ്രജൻ 22 എന്ന് മറക്കണം. നെയിം 2 ഹോർമോൺസ് വിച്ച് വർക്ക് ടുഗദർ ടു റെഗുലേറ്റ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ്, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ കേട്ടോ. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. ഇനി അപ്പൊ ഇതിനകത്ത് ഇത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകൾ ഏതാണ്, ഇൻസുലിനും ഗ്ലൂക്കോഗോണുമാണ്. ഇൻസുലിൻ എന്ത് ചെയ്യാണ്, ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് എത്തുമല്ലോ. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കും ശരീരം. ഇൻസുലിൻ എന്ത് ചെയ്യും, അതിലോട്ട് മാറ്റും ബ്ലഡിൽ നിന്ന്. ഗ്ലൂക്കോൺ എന്ത് ചെയ്യും, നമുക്ക് ഗ്ലൂക്കോസ് കുറവാണെങ്കിൽ ഗ്ലൂക്കോൺ എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യും. ബ്ലഡ് ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാനുള്ള ഹോർമോണാണ്. അപ്പോൾ ഒന്ന് കൂട്ടും ഒന്ന് കുറയ്ക്കും. അപ്പോൾ രണ്ടും കൂടി റെഗുലേറ്റ് ചെയ്യും. which monosaccharide will be obtained by hydrolysis of maltose. Maltose എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസും ചേർത്ത് വെച്ചതാ മാൽറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാൽറ്റോസ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലൂക്കോസുകളെ GG മാൽറ്റോസ് അതെ GG മാൽറ്റോസ് എന്ന് പഠിച്ചാൽ മതി. മനസ്സിലായി, 2 ഗ്ലൂക്കോസ് ചേർത്ത് വെച്ചതാണ് എന്ത്, മാൽറ്റോസ്. അപ്പൊ നിങ്ങൾക്കറിയാം GG മാൽറ്റോസ്. ഇനി ഇതെന്താ മാൽറ്റോസ്, അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചോദിക്കും ചിലപ്പോൾ. മാൽറ്റോസ് ആരൊക്കെ ചേർത്തതാണ്, ഗ്ലൂക്കോസും ലാക്ടോസോ ഗ്ലൂക്കോസും ഗാലക്ടോസും സൂക്രോസോ ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത് ഡൈസാക്രൈഡ് ആട്ടോ. ഇതൊക്കെ മോണോസാക്രൈഡുകൾ. അപ്പൊ 2 മോണോസാക്രൈഡ് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഇത് ഡൈസാക്രൈഡ്. അപ്പൊ ഡൈസാക്രൈഡിന്റെ എക്സാമ്പിൾ ആണ് കേട്ടത്. അപ്പൊ സെറ്റ്. അപ്പൊ നിങ്ങൾ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രിപ്ഷൻ. വാട്ട് ആർ പോളിസാക്രൈഡ്സ്, ഗീവ് 2 എക്സാമ്പിൾസ്. പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് പോളിമർ ഓഫ് മോണോസാക്രൈഡ്സുകളാണ്. ഒരുപാട് പഞ്ചസാര ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഗ്ലൂക്കോസ്, പഞ്ചസാരയല്ല ഗ്ലൂക്കോസ് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഗ്ലൂക്കോസിനെ ചങ്ങലക്കിട്ടാൽ എന്തായി, പോളിസാക്രൈഡ് ആയി. മനസ്സിലായില്ല, ഗ്ലൂക്കോസിനെ ചങ്ങലയാക്കി മാറ്റി.
പോളിമേഴ്സ് ഓഫ് അപ്പോൾ ഈ ഒരു മോണോസാക്രൈഡ് ആണ് ഇത്. ഈ മോണോസാക്രൈഡുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു പോളിസാക്രൈഡ് ആയി. കണ്ടില്ല, അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെയാണ് പോളിസാക്രൈഡിന് എക്സാമ്പിൾ ആണ് ഏത് നമ്മുടെ ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, സ്റ്റാർച്ച് ഒക്കെ. ഇതിനകത്ത് വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻ, വാട്ടർ സൊല്യൂബിൾ വിറ്റമിനുകൾ വിറ്റമിൻ ബിയും വിറ്റമിൻ ബി കോംപ്ലക്സുകൾ പെടും, വിറ്റമിൻ സി പെടും. അപ്പോൾ ഒരു വാട്ടർ സൊല്യൂബിൾ വിറ്റമിന്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് വിറ്റാമിൻ സി, സ്കർവി. അപ്പോൾ വിറ്റാമിൻ സി നാരങ്ങയിലും നെല്ലിക്കയിലും ഒക്കെ ഉള്ളതാണ്. അതില്ലെങ്കിൽ നാരങ്ങയും നെല്ലിങ്ങയൊക്കെ കഴിക്കാറില്ലേ, അതില്ലെങ്കിൽ സ്കർവി അടിച്ചു സ്കർവി വരും. എന്താണെന്നറിയാം, മോണേന്നൊക്കെ ബ്ലഡ് വരും, മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് കൊളാജനൊക്കെ ബാധിക്കും. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഇതൊരു 5 സ്റ്റാർ ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ 3-1 ഞാൻ പറയാം. ഈ 3-1 അത് ലാസ്റ്റ് ഞാൻ പറയാം ഏത് 3-1 ഇതിനകത്ത് വരാൻ പോകുന്നത്. അപ്പൊ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ ഓൺ ഹൈഡ്രോളിസിസ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ്. 3 മാർക്കിന്. മോണോസാക്രൈഡ് ആർ കാർബോഹൈഡ്രേറ്റ്സ്. മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ യൂണിറ്റ്. മോണോസാക്രൈഡ്സ് ആർ കാർബോഹൈഡ്രേറ്റ് ദ കനോട്ട് ബി ഹൈഡ്രലൈസ്. പിന്നെ അതിനെ ചെറുതാക്കാൻ പറ്റില്ല. മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലർ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്, മനസ്സിലായില്ലേ? കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് കനോട്ട് ബി പിന്നെ അതിനെ ചെറുതാക്കാൻ പറ്റില്ല. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അത് നിങ്ങളുടെ NCERT ഡെഫിനിഷൻ നിങ്ങൾ അതിനകത്ത് പഠിക്കുക ആ രീതിയിൽ. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മോണോസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനെ പിന്നെ സിമ്പിൾ ആക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ഒലിഗോസാക്രൈഡ്. അപ്പൊ ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് ഇതിപ്പോ ഇതൊന്നാകെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മോണോസാക്രൈഡ്സ് ആർ കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് കനോട്ട് ബി ഹൈഡ്രലൈസ്ഡ് ഫർദർ ഇൻ ടു സിംപിളർ. അത് പിന്നെ സിമ്പിൾ ആക്കാൻ പറ്റില്ല, അത് ഓൾറെഡി തന്നെ സിമ്പിൾ ആണ്, മനസ്സിലായില്ലേ? അതെ, സിംപിളർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓക്സൈഡ് എന്നൊക്കെ. ദെൻ ഒലിഗോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വരെ മോണോസാക്രൈഡുകൾ ചേർത്ത് വെക്കുന്നതാണ്. സൂക്രോസ്, മാൽട്ടോസ്, ലാക്ടോസ് ഒക്കെ. പോളിസാക്രൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എന്ത് ചെയ്യാണ് മോണോസാക്രൈഡുകളെ ചേർത്ത് വെക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എഴുതി എളുപ്പമല്ലേ, നിങ്ങൾ പഠിച്ചില്ലേ? ഒരു മോണോസാക്രൈഡ് ആണെങ്കിൽ എന്താണ് മോണോസാക്രൈഡ്. ഇനി 1, 2, 3, 10 വരെയൊക്കെയാണോ ഒലിഗോസാക്രൈഡ്. 2 ആണെങ്കിലോ ഡൈസാക്രൈഡ്, അത് ഒലിഗോയിൽ പെടും. സോ നമ്മൾ വന്ന് നമ്മുടെ പോളിസാക്രൈഡ്സ്. സോ നമ്മുടെ പോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് 10 വരെ നമ്മൾ എന്താ പറഞ്ഞത്, അതിനകത്ത് ഒലിഗോസാക്രൈഡ്. അപ്പോൾ ഒരുപാട് മോണോസാക്രൈഡുകൾ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ഷനൊക്കെ ഉണ്ടാകാം, ബ്രാഞ്ചൊക്കെ ഉണ്ടാകാം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ചിലതിന് ബ്രാഞ്ച് ഉണ്ടാകാം, ചിലതിന് ബ്രാഞ്ച് ഉണ്ടാകില്ല. അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ എന്തായാലും പോളിസാക്രൈഡുകൾക്ക് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്. നമ്മൾ കഴിക്കുന്ന കപ്പ, കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് സെൽവാളും, അതുപോലെ ഗ്ലൈക്കോജൻ അനിമൽ കാർബോഹൈഡ്രേറ്റ്. ദെൻ വാട്ട് ആർ ഒലിഗോസാക്രൈഡ്സ്, ഗീവ് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തതിലോട്ട് പോകുമ്പോൾ ഗ്ലൈക്കോജൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. മൾട്ടി ബ്രാഞ്ചഡ് ആയിട്ടുള്ള ആണെന്നേ, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് എന്നേ. മൾട്ടി ബ്രാഞ്ചഡ് പോളിസാക്രൈഡ് ഓഫ് ഗ്ലൂക്കോസ് ദാറ്റ് സെർവ് ആസ് പ്രൈമറി സ്റ്റോറേജ് ഫോം ഓഫ് എനർജി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഓർഡറിലൊക്കെ നമ്മൾ കഴിച്ച ഫുഡൊക്കെ എന്താകും, ഗ്ലൈക്കോജൻ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, മനസ്സിലായില്ലേ? അപ്പൊ മൾട്ടി ബ്രാഞ്ചഡ് പോളിസാക്രൈഡ്, ഒരുപാട് ബ്രാഞ്ച് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോളിസാക്രൈഡ് ആണ്. ഗ്ലൂക്കോസിന്റെ എന്താണ് പോളിസാക്രൈഡ് ആണ്, കുറേ ഗ്ലൂക്കോസ് ചേർത്ത് വെച്ചതാട്ടോ. അപ്പൊ എന്താണ് എനർജി, നമ്മുടെ എനർജി സ്റ്റോറേജ് ഫോം ഇൻ അനിമൽ ഫാറ്റ് എന്നുള്ള രീതിയിൽ അതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, അനിമൽ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള രീതി. അപ്പം എക്സ്പ്ലെയിൻ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റാർച്ച് എന്താണ്? സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, നമ്മുടെ ഗ്ലൂക്കോസിനെ ചേർത്ത് വെച്ചത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ബ്രാഞ്ച് ഇല്ല. അതിനകത്ത് കണ്ടില്ല, കൺസിസ്റ്റ് ഓഫ് 2 കമ്പോണൻസ്, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് ഗ്ലൈക്കോജനെ. പോളിസാക്രൈഡ് ആണ്, അതിനകത്ത് ഓഫ് ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചതാണ്, മനസ്സിലായില്ലേ? ഗ്ലൈക്കോജൻ അതെന്താണ്, സെർവാസ് എനർജി, പ്രൈമറി സ്റ്റോറേജ് ഫോം ഓഫ് എനർജി. നമ്മൾക്കൊക്കെ എനർജി കിട്ടുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതേ ഗ്ലൈക്കോജൻ ആക്കിയിട്ടാണ് ശരീരത്തിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കാന്നേ. അപ്പം അതുപോലെ തന്നെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റാർച്ച്. അപ്പൊ സ്റ്റാർച്ചിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റാർച്ച് എന്താണ്, ആൽഫ ഡി ഗ്ലൂക്കോസുകൾ ചേർത്ത് വെച്ചതാണ്. അതിനകത്ത് 2 കമ്പോണൻസ് ഉണ്ട്, അമൈലോസും അമൈലോപെക്റ്റിനും. അമൈലോപെക്റ്റിനും ഒക്കെ ഉണ്ടെന്നേ. പെക്റ്റിന് ബ്രാഞ്ചഡ് ആണ്, അമൈലോസ് എന്താണ്, ബ്രാഞ്ച് അല്ല, ലീനിയർ ആണ്, വാട്ടർ സൊല്യൂബിൾ ആണ് അമൈലോസ് എന്നൊക്കെ ഓർത്ത് വെക്കാം. വാട്ട് ഈസ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇൻ കാർബോഹൈഡ്രേറ്റുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു മോണോസാക്രൈഡും അടുത്ത മോണോസാക്രൈഡും തമ്മിലുള്ള ലിങ്കേജ് ആണ് എന്ത്, അതിനകത്ത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പൊ കോവാലന്റ് ബോണ്ട് വിച്ച് ജോയിൻസ് 2 കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ്, മനസ്സിലായില്ലേ? അപ്പൊ 2 മോണോസാക്രൈഡുകളെ കണക്ട് ചെയ്യുന്ന ലിങ്കേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദ ബോണ്ട് വിച്ച് കണക്ട് 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഇൻ എ കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പൊ ഒരു കാർബോഹൈഡ്രേറ്റിൽ 2 മോണോസാക്രൈഡുകളെ ലിങ്ക് ചെയ്യുന്നത്.
ദെൻ ഗ്ലൂക്കോസിനെ എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ കാർബൺ 12 ഇൻവേർഷൻ തലതിരിക്കുന്ന സംഭവം. ഇവിടത്തെ ആസിഡിക് മീഡിയത്തിൽ കുറച്ച് ഹീറ്റ് ഒക്കെ കൊടുത്ത് ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻവെർട്ടേഴ്സിനെ കൊണ്ടുവരണം, മനസ്സിലായില്ലേ, എൻസൈമിന്. അപ്പൊ ഹൈഡ്രോളിസിസ് എങ്ങനെയാ അവിടുത്തെ ചോദ്യം എന്നറിയോ? ഹൗ ക്യാൻ യു പ്രിപ്പയർ ഗ്ലൂക്കോസ് ഫ്രം സൂക്രോസ്? നമ്മളെ സൂക്രോസ് ഇതാണ് നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയുടെ കെയിൻ ഷുഗർ. അപ്പൊ അതിന് എങ്ങനെയായാൽ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് സംഭവം. വെള്ളം ചേർക്കുക, H+ ചൂടാക്കുക. സിമ്പിൾ അല്ലേ? വൈ സൂക്രോസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ? നോൺ റെഡ്യൂസിങ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ റെഡ്യൂസിങ് ഗ്രൂപ്പുകള് അതിനകത്ത് ആൽഡിഹൈഡ് കീറ്റോൺ ഗ്രൂപ്പുകളൊക്കെ അതിനകത്ത് എന്താണ്, ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ്ഡ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് സംഭവം. ഇനി കാർബോഹൈഡ്രേറ്റ്, അപ്പൊ നിങ്ങൾ സൂക്രോസ് എന്തുകൊണ്ടാണ് നോൺ റെഡ്യൂസിങ് എന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ റെഡ്യൂസിങ് ഗ്രൂപ്പ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ബോണ്ട് ഫോർമേഷൻ, മനസ്സിലായില്ലേ? അപ്പൊ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിനകത്ത് ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഹൗ ക്യാൻ യു പ്രിപ്പയർ ഗ്ലൂക്കോസ് ഫ്രം സൂക്രോസ്? നമ്മൾ അതിനകത്ത് സൂക്രോസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഉണ്ടല്ലോ, കെയിൻ ഷുഗർ, അത് വെള്ളത്തിൽ അങ്ങോട്ട് ഇടാന്ന് H2O നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻവെർട്ടേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, H+ ഹീറ്റും കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻവെർട്ടേഴ്സിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാം, ഹൈഡ്രോലൈസ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, കെയിൻ ഷുഗറിനെ എന്ത് ചെയ്യുക, ഹൈഡ്രോലൈസ് ചെയ്യുക. അപ്പൊ ഈ ഹൈഡ്രോലൈസ് ചെയ്യുന്ന ഈ സംഭവം എഴുതി വെച്ചാൽ മതി. ഹൗ ക്യാൻ യു പ്രിപ്പയർ ഗ്ലൂക്കോസ് എന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട്. ഇതെന്താണ്, സൂക്രോസ് ആണ് കേട്ടോ. 22. ഓക്കെ, ബോത്ത് റെഡ്യൂസിങ് ഗ്രൂപ്പ്സ്. എന്തുകൊണ്ടാണ് സൂക്രോസ് നോൺ റെഡ്യൂസിങ്? അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്തവണ വരാൻ സാധ്യത ഉണ്ടെന്ന്. ബോത്ത് റെഡ്യൂസിങ് ഗ്രൂപ്പ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ബോണ്ട് ഫോർമേഷൻ ആട്ടോ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഈ സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടല്ലോ. അപ്പൊ ഈ ഗ്ലൂക്കോസിന് ഒരു റെഡ്യൂസിങ് പാർട്ട് ഉണ്ടാവും, അതുപോലെ ഫ്രക്ടോസിനും ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ ആൽഡിഹൈഡ് കീറ്റോൺ റെഡ്യൂസിങ് ഭാഗങ്ങളൊക്കെ എന്താണ്, ഗ്ലൈക്കോസിഡിക് ബോണ്ടിൽ ഇൻവോൾവ്ഡ് ആണ്. അതായത് ബോണ്ട് ഉണ്ടാക്കി, മനസ്സിലായില്ലേ? ആരെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റൂല എന്ന്. അത് തന്നെ. അപ്പൊ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇനി ലിവറിലും ബ്രെയിനിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന അരിയൊക്കെ എന്താക്കി വെക്കും, ഗ്ലൈക്കോജൻ ആക്കി വെക്കും. ആവശ്യം വന്നാൽ ഉപയോഗിക്കണ്ടേ? അപ്പൊ ഇനി അടുത്തത് എന്താ, മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ് ആയിട്ട് ഇതിനൊക്കെ തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ റൈബോസ്, ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് സംഭവങ്ങളൊക്കെ. ഇനി നമ്മുടെ ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ മാൽത്തോസ്, സൂക്രോസ് ഒക്കെ. അതായത് 2 എണ്ണം ചേർത്തിട്ടാണ്. മാൽത്തോസിൽ 2 ഗ്ലൂക്കോസിനെ ചേർത്ത് വെച്ചതാണ്. സൂക്രോസിലാണോ ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർത്ത് വെച്ചതാണ്. ഇനി ലാക്ടോസ് ഉണ്ട്, പാലിലെ ഷുഗർ ചോദിക്കാറുണ്ട്, മിൽക്ക് ഷുഗർ. അപ്പം അതേതാണ്, ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർത്ത് വെച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിനകത്ത് മോണോസാക്രൈഡിൽ ഇതൊക്കെയാണ് വരുന്നത്. അപ്പം റൈബോസ്, ഫ്രക്ടോസ്, നമ്മുടെ ഗ്ലൂക്കോസ്. ഹൗ ഈ സ്റ്റാർച്ചും ഗ്ലൈക്കോജനും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ നിങ്ങൾ ഇത് സ്റ്റാർച്ച് എന്താണ്, സ്റ്റോറേജ് ഫോം ഓഫ് പ്രൈമറി സ്റ്റോറേജ് ഫോം ആണ്. പ്രൈമറി സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ പ്ലാന്റ്സ് ആണ്. ഗ്ലൈക്കോജൻ, അപ്പൊ നിങ്ങൾ ഗ്ലൈക്കോജനെ കൂടുതൽ എഴുതി നോക്കി, ഇറ്റ് ഈസ് ദ സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ആനിമൽസ്. ഇനി സ്റ്റാർച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എന്താണ്, ലെസ് ബ്രാഞ്ചഡ് ആണ്. കാരണം അവിടെ അമൈലോസ് ലീനിയർ ആണ്, അമൈലോപെക്റ്റിൻ ആണ് ബ്രാഞ്ച്. എന്നാൽ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഫുൾ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്ലൈക്കോജൻ എല്ലായിടത്തും പോയിട്ട് ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഗ്ലൈക്കോജൻ ഈസ് ഹൈലി ബ്രാഞ്ചഡ് ആണ്. ഗ്ലൈക്കോജൻ അനിമൽസിലാണ് സ്റ്റോറേജ്. സ്റ്റാർച്ച് എന്താണ്, കമ്പാരിറ്റീവ്ലി ലെസ് ബ്രാഞ്ചിങ് ആണ്. അതുപോലെ അത് പ്ലാന്റ്സിലാണ്. ഓക്കെ, ഇനി വിറ്റമിൻ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് അറിയാലോ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കണ്ണ് കാണാൻ പറ്റാത്ത ഏതുകൊണ്ടാ, വിറ്റമിൻ എ. പിന്നെ ഗ്ലൂക്കോസ് എങ്ങനെ കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഗ്ലൂക്കോസ് എങ്ങനെ കൊമേഴ്ഷ്യലി, നമുക്ക് ഒരുപാട് ഗ്ലൂക്കോസിന്റെ കട അങ്ങ് തുടങ്ങണം എന്ന് വിചാരിക്കാം. ഗ്ലൂക്കോസിന്റെ കട അങ്ങ് തുടങ്ങണേലേ നമ്മൾ എന്ത്, ഗ്ലൂക്കോസ് ഈസ് കൊമേഴ്ഷ്യലി എങ്ങനെയാണ്, സ്റ്റാർച്ച് ഉണ്ടല്ലോ. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലൂക്കോസ് കുറേ ഗ്ലൂക്കോസിനെ ചേർത്ത് വെച്ചതാണ് എന്ത്, സ്റ്റാർച്ച്. അപ്പൊ നമുക്ക് സ്റ്റാർച്ചിന് എന്താ മതി, ഹൈഡ്രോലൈസ് ചെയ്താൽ മതി, അതിനെ ബ്രേക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കുറെ ഗ്ലൂക്കോസ് കിട്ടും, മനസ്സിലായില്ലേ? അപ്പൊ ഗ്ലൂക്കോസ് ബോയിൽ സ്റ്റാർച്ചിന് എന്ത് ചെയ്യുക, ബോയിൽ ചെയ്യുക സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർച്ച് എന്ന് പറഞ്ഞാലേ ഗ്ലൂക്കോസ് ആണ്. അപ്പൊ അതിനെ ഹൈഡ്രോലൈസ് ചെയ്താൽ മതി, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഗ്ലൂക്കോസ് കിട്ടും. കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ അങ്ങനെയാണ്. അപ്പൊ മെത്തേഡ് എന്താണ്, ബോയിൽ ചെയ്യണം കേട്ടോ. വിച്ച് പോളിസാക്രൈഡ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, അത് ആ സംഭവമാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞ സംഭവമാണ്, ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. പിന്നെ ഡൈസാക്രൈഡിന് എക്സാമ്പിൾ അത് നമ്മളിപ്പം പറഞ്ഞില്ലേ, നമ്മുടെ മാൽത്തോസ്, ലാക്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻവേർട്ട് ഷുഗർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ സൂക്രോസിനെ ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻവേർട്ട് ഷുഗർ കിട്ടും. ഹൗ മെനി മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആർ പ്രസന്റ് ഇൻ ഷുഗർ? മിൽക്ക് ഷുഗർ, മിൽക്കിൽ ഏതൊക്കെ, മിൽക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. അപ്പൊ അതിൽ എത്ര യൂണിറ്റുകൾ ഉണ്ടെന്ന ചോദ്യം കണ്ടോ, നിങ്ങളെ റീസെന്റ് എക്സാമിന് വന്നതാ. ഇതാണ് ആ ക്വസ്റ്റ്യൻ, കണ്ടില്ലേ? പിന്നെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ നിങ്ങൾക്ക് അറിയാലോ, ADEK. വാട്ടർ സോലുബിളും അറിയാം. പിന്നെ വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഇറ്റ്സ് ഡെഫിഷ്യൻസി? നെയിം എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. അപ്പൊ നിങ്ങൾ ഒരു ഫാറ്റ് സോലുബിൾ പറയാ, എ പറഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഡി പറഞ്ഞാൽ റിക്കറ്റ്സ്, അങ്ങനെ നിങ്ങൾക്ക് പറയാം, മനസ്സിലായില്ലേ?
അപ്പം നെയിം ദ എൻസൈം യൂസ്ഡ് ഫോർ കൺവേർഷൻ ഓഫ് സൂക്രോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇൻവെർട്ടേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ 22 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോഡ്, അവിടെ ഇൻവെർട്ടേസ് ആണ് എൻസൈം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ RNA. അപ്പൊ നമ്മൾ ഇത് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന കേട്ടോ. നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് മാത്സിലൊക്കെ ബാച്ചിൽ ജോയിൻ ആവുന്നുണ്ടല്ലേ, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, അടിപൊളിയാക്കും. നമ്മൾ വളരെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ RNA. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ഒന്നും അല്ല. നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തെടുക്കുന്ന രീതിയിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ RNA. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നത്തെ വീഡിയോകളിലൊക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ RNA. അപ്പോൾ RNAയിൽ ഇല്ലാത്തത് എന്താണ്? തൈമിൻ ഇല്ല കേട്ടോ. DNA ഇല്ലാത്തത് ചോദിച്ചാൽ യുറാസിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ സൂക്രോസ് എന്തുകൊണ്ടാണ് ഇൻവേർഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൈ സൂക്രോസ് ഈസ് കാൾഡ് നോൺ റെഡ്യൂസിങ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നെയിം ദ ടൈപ്പ് ഓഫ് ലിങ്കേജ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. സൂക്രോസ് എന്താണ്? ഹൈഡ്രോളൈസ് ചെയ്ത പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ്. ഇത് നിങ്ങൾക്ക് ഗ്ലൂക്കോസ് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ ആൻസർ ഗ്ലൂക്കോസും ഫ്രക്ടോസും. പിന്നെ അതായത് ഗ്ലൂക്കോസിന് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പഞ്ചസാര വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താ കിട്ടുകയാണ്? അപ്പൊ നിങ്ങൾ ലൈക്കോ കമന്റോ അടിക്കാതെയാണോ കാണുന്നത്? എന്നാൽ ഒരു കമന്റ് ചെയ്തോളൂ നമുക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് നമുക്കൊരു സപ്പോർട്ട് ആവും, അടുത്ത വീഡിയോ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇത് ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കിയേ. പോളിസാക്രൈഡ് ഇപ്പം ഏതായിരിക്കും അതിനകത്ത്? ഒരുപാട് മോണോസാക്രൈഡ് ചേർത്ത് വെച്ചത് ഏതാ ഇതിനകത്ത്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അടുത്തത് ഞാൻ ഓർഗാനിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. പോളിസാക്രൈഡ് അതിനകത്ത് ഏതാണ്? നിങ്ങൾ കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എല്ലാം. പോളിസാക്രൈഡ് ഇതിനകത്ത് ഏതായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോളിസാക്രൈഡ് എന്താണ് ഞാൻ പറയാം. സെല്ലുലോസ്. സിറ്റർ അയോൺ, അത് ഞാൻ പറയാം. സിറ്റർ അയോൺ എന്താണ്? ഐസോഇലക്ട്രിക് pH ആണ്. കാരണം അതിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബാലൻസ്ഡ് ആവുന്ന ആ ഒരു pH ഐസോഇലക്ട്രിക് pH എന്നാണ് അറിയപ്പെടുക. അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുകൊണ്ട് തന്നെ അത് ബാലൻസ്ഡ് ആണ്. നെറ്റ് എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പൊ ആ ഒരു pH ഐസോഇലക്ട്രിക് pH എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ വിറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ RNA ഒന്ന് കമന്റ് ചെയ്യൂ നമുക്ക് വേണ്ടിയിട്ട്. ഒപ്പം മാൽത്തോസ് ഏതായിരിക്കും? ഹോർമോൺ ഇതിൽ ഏതായിരിക്കും? കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറയൂ കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.